മുംബൈയിലെ മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ, മഹാലക്ഷ്മി റേസ് കോഴ്സിലേക്ക് പോകണമെങ്കിലും, ഹാജി അലി ദർഗയിലേക്ക് പോകണമെങ്കിലും ഇതാ നിങ്ങൾക്ക് ഇറങ്ങേണ്ടതാണ് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. ഇത് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. പുറത്തു വന്നാൽ ഇങ്ങനെ ഭക്ഷണവും തണുത്തതും കുടിക്കണ്ടി എല്ലാം ഉണ്ട്. അപ്പം അത് കണ്ടോ, അത് മഹാലക്ഷ്മി. നമ്മളിപ്പം പ്ലാനറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നെഹ്റു പ്ലാനറ്റോറിയം. ഇവിടെ മഹാലക്ഷ്മി മന്ദിരമുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഹാജി അലി ദർഗ അതും ഇവിടെ അടുത്ത് തന്നെ ഏകദേശം. ഇപ്പം നമ്മൾ പോകുന്നത് നെഹ്റു പ്ലാനറ്റോറിയം. പ്ലാനറ്റോറിയം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, സ്പേസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പ്ലാനറ്റ്സ്, സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്കത് ഒരു വലിയ സ്ക്രീനിൽ ഇങ്ങനെ സിനിമ സ്ക്രീനുകളുടെ മുകളിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതാണ് പ്ലാനറ്റോറിയം. നെഹ്റു പ്ലാനറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. ഷെയറിംഗ് ടാക്സി കിട്ടും. അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സിംഗിളായിട്ട് ടാക്സി പിടിക്കണമെങ്കിൽ 100 രൂപ ടാക്സി ചാർജസ് വൺ വേ. ഷെയറിംഗ് ആകുമ്പോൾ 30 രൂപ ഒരാൾക്ക്. അപ്പോൾ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നെഹ്റു പ്ലാനറ്റോറിയം. എൻട്രി ഫീസ് ഒരാൾക്ക് 150 രൂപ, 150 റുപ്പീസ്. അപ്പോൾ തിങ്കളാഴ്ച ലീവാണ്. തിങ്കളാഴ്ച പോയിട്ട് മടങ്ങി വരാനാക്കണ്ട. തിങ്കളാഴ്ച ലീവാണ്. ഒരാൾക്ക് 150 രൂപ വെച്ചിട്ട്, 5 വയസ്സ് മുകളിലേക്ക് 150 രൂപ. കാണുന്നതാണ് നെഹ്റു പ്ലാനറ്റോറിയം, മുംബൈയിലെ നെഹ്റു പ്ലാനറ്റോറിയം. അപ്പോൾ നമ്മൾ ഉള്ളത് മഹാലക്ഷ്മി മന്ദിറിലേക്കാണ് വന്നത്. ഇതിപ്പോൾ നേരെ മുമ്പ് കാണുന്നത് സ്വാമിനാരായൺ മന്ദിർ. ഇതിൻ്റെ ബാക്കിലാണ് മഹാലക്ഷ്മി മന്ദിർ. അപ്പോൾ ഇത് ഈ കാണുന്ന സ്വാമിനാരായൺ മന്ദിർ. പ്ലാനറ്റോറിയം ഇന്ന് പൂട്ടി, നമ്മളെ പണിപാളി. ഇന്നെന്തോ ലീവാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം നാളെ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നല്ല ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് മഹാലക്ഷ്മി മന്ദിറിലേക്ക് കയറാം. അത് കഴിഞ്ഞിട്ട് സ്വാമിനാരായൺ മന്ദിർ, ഇതാ ഈ മുമ്പ് കാണുന്ന സ്വാമിനാരായൺ മന്ദിർ. മഹാലക്ഷ്മിയിലേക്ക് കയറാനാണ് തിരക്ക്. അമ്പലത്തിൽ കയറാൻ ക്യൂ ആണ്. സമയം ഉച്ച 1:30 മണി. ഫ്രണ്ട് കൂടെ വിടുന്നില്ല, ബാക്ക് കൂടെ കയറണം. ക്യൂ അതാ, നല്ല ക്യൂ ആണ്. ശ്രീ ധാക്കലേശ്വർ മഹാലക്ഷ്മി ടെമ്പിൾ, മുംബൈ. ബാക്കിൽ നല്ല തിരക്കാ, ക്യൂവാ. അമ്പലത്തിൽ പോകാൻ നല്ല തിരക്കാ, നല്ല ക്യൂവാ. ലേഡീസിന് വേറെ ലൈന്, ജെൻസിന് വേറെ ലൈന്. അരമണിക്കൂറായി ക്യൂവിൽ നിൽക്കുന്നത്, ഒന്നും നടന്നിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ക്യൂവാ.
ആ തിരക്ക് കണ്ട ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി വരണോ. പന്തലിട്ടിട്ടുണ്ട്. പന്തൽ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞ് ഉള്ളിൽ പോകണം. അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരണം ഇനി. आमचा पण काल ब्लॉक मध्ये बंद करो. ഇതാണ് മഹാലക്ഷ്മി മന്ദിർ മുംബൈയിൽ. അങ്ങനെ മഹാദേവി മന്ദിർ ദർശനം കഴിഞ്ഞ് മുംബൈ നിങ്ങൾ വരുമ്പോൾ മഹാദേവി മന്ദിറും പിന്നെ സിദ്ധിവിനായക് മന്ദിറും ദർശനം ചെയ്യുക. മഹാദേവി മന്ദിർ വന്നു കഴിഞ്ഞാൽ ഇത് മഹാദേവി റെയിൽവേ സ്റ്റേഷൻ തന്നെയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാജി അലി ദർഗയിലും പോകാം. പിന്നെ അടുത്ത് ധോബിഘട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങനെ ചില്ലറ സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ നിങ്ങൾ നോക്കുക വന്നിട്ട് കേട്ടോ. മഹാദേവി മന്ദിറിൽ ബ്രേക്കൊന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവിൽ. എന്തെങ്കിലും സമയം വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇല്ലെങ്കിൽ വൈകുന്നേരം സമയം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം എത്ര മണി വരെ. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഉള്ളിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് കടത്തി വിട്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് കയറേണ്ട ഒരു തിരക്കേ ഉണ്ടായിരുന്നില്ലോ. അത് കഴിഞ്ഞ് പിന്നെ വേഗം പരിപാടി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കയറുന്ന വഴീൻ്റെ ഓപ്പോസിറ്റ് തന്നെ പുറത്തിറങ്ങിപ്പോണ്ട് പർച്ചേസ് ചെയ്യാൻ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇഡ്ഡലി വട ദോശ ഇങ്ങനെ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അമ്പലത്തെ പുറത്തിറങ്ങി അതിൻ്റെ നേരെ ഞാൻ ആദ്യം പറഞ്ഞ സ്വാമിനാരായൺ മന്ദിർ ഉള്ളിൽ കയറുന്നില്ല, ജസ്റ്റ് പുറത്തുനിന്നുള്ള ഒരു വ്യൂ മാത്രം കാണിച്ചു തരാം. സ്വാമിനാരായൺ മന്ദിർ